അപ്പോൾ എന്താ പരിപാടി? നെയ്യപ്പം. ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അശ്വിൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കുകയാണ്. നാളെ വളകാപ്പ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷൻ. അങ്ങനെ നെയ്യപ്പത്തിൻ്റെ പരിപാടി ശ്രീകുട്ടിയും ഡിസൈനിങ്ങിൻ്റെ പരിപാടി ഞാനും ഏറ്റെടുത്തു. ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ തന്നെ കുറച്ച് ഇലയുടെ ഫോട്ടോവും പിന്നെ ChatGPT വഴി ഞങ്ങൾ രണ്ടാളെയും ഫോട്ടോ വെച്ച് ഒരു ചെറിയൊരു ഡിസൈനും ചെയ്ത് അത് ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രീകുട്ടി നെയ്യപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാനില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ആടെ ഇവിടെയെല്ലാമായിട്ട് ഒരുപാട് ഇലയുടെ ഫോട്ടോ ഒട്ടിച്ചു. നടുക്കായിട്ട് ഞങ്ങളുടെ ഈ ഡിസൈനും ഒട്ടിച്ചു. പിന്നെ ഞാൻ ലുലുന്ന് വരുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി അതൊക്കെ ഒരു നൂലിൽ കോർത്തിട്ട് അതും ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടിക്ക് ഇപ്പോൾ 8ാമത്തെ മാസമാണ്. സാധാരണ എല്ലാവരും 7ാമത്തെ മാസമാണ് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നടത്തുക. പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുത്തും അങ്ങനത്തെ ഓരോ പ്രോഗ്രാംസും. പക്ഷേങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു 8ാമത്തെ മാസത്തിലാണ് ഇത് നടത്തിയത്. ഈ ഡിസൈൻ പരിപാടിയൊക്കെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചു. കാരണം വെച്ചാൽ രാവിലെ ഇതിനൊക്കെ സമയം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഈ ചടങ്ങിന് പ്രത്യേകിച്ച് വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ ചന്ദനത്തിന് വേണ്ടി ഞാൻ കുറേ അലഞ്ഞു. അവസാനം ശ്രീകുട്ടി പറഞ്ഞു മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് വെക്കാം. അങ്ങനെ ഞങ്ങൾ മഞ്ഞൾപ്പൊടി കലക്കി അത് വെച്ച് വളകാപ്പെന്നും എഴുതി പിന്നെ സൈഡിലായിട്ട് കുഞ്ഞിൻ്റെ കാലിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനും വരച്ചു. അങ്ങനെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഡിസൈൻ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ശ്രീകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തുള്ള ലഞ്ച് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനത്തെ ചടങ്ങുകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സാധാരണ എല്ലാവരും ഇങ്ങനത്തെ പരിപാടികൾക്ക് നല്ല സദ്യയൊക്കെയാണ് വെക്കുക. ഞങ്ങൾ ബിരിയാണിയിലേക്ക് കടക്കാൻ ആകെ ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പണി തന്നെ. സദ്യ ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയം വേണം. ബിരിയാണി ആണെങ്കിൽ പെട്ടെന്ന് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇത് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. ഫാമിലിയും ആരും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചതായിരുന്നു. പിന്നെ ഒന്ന് ആലോചിച്ചപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴെപ്പോഴും നടത്താൻ പറ്റുന്ന ചടങ്ങല്ലല്ലോ. പിന്നെ പോരാത്തതിന് ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോഴുള്ളൊരു ചടങ്ങല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ സ്കിപ്പ് ചെയ്യണ്ട. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ദമ്മൊക്കെ ഇട്ട് ബിരിയാണി സെറ്റാക്കി എടുത്തു. ഇതിനിടയിൽ ശ്രീകുട്ടി പായസത്തിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കി അതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുളിച്ച് റെഡിയായി. പിന്നെ ഞാൻ വളകാപ്പിനായിട്ടുള്ള സ്വീറ്റ്സൊക്കെ ഒരു ഇലയിൽ 1 by 1 ആയിട്ട് വെച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ലുലു പോയപ്പോൾ വാങ്ങിയതാണ് ഇതൊക്കെ. 8ാം മാസത്തിൽ 8 തരം സ്വീറ്റ്സ് വേണമെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ കഷ്ടിച്ച് ഒരു 8 തരത്തിലുള്ള സ്വീറ്റ്സൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളകാപ്പിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വളയും വന്നു. ഈ വള കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. ആക്ച്വലി ഇപ്പോഴാണ് ഓരോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഈ ബാംഗിൾസൊക്കെ വിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വളകാപ്പിനൊക്കെ വിളക്കൊക്കെ കത്തിക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളതായ രീതിയിൽ ഓരോന്ന് ചെയ്ത് കൂട്ടിയതാണ്. അതിനുശേഷം ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങളുടെ വളകാപ്പിൻ്റെ പ്രിപ്പറേഷനിലായി. ഞങ്ങൾ വളകാപ്പിന് പ്രത്യേകിച്ച് ആരും പുറത്തുനിന്ന് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലീസിൽ എല്ലാവരെയും വിളിച്ചു തുടങ്ങി. ശ്രീകുട്ടീൻ്റെ വീട്ടിലെ ഓരോരുത്തരെയും വിളിച്ചു, ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നിന്നിട്ട് ഞങ്ങൾ അവരെ മുന്നിൽ നിന്ന് വളകാപ്പ് നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ വീഡിയോ കോളിൽ ഓൺലൈൻ വളകാപ്പായിരുന്നു ഞങ്ങളുടേത്. ഈ വളകാപ്പ് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ മുൻകൂട്ടി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡായി. ഈവൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ധ്യാനൂട്ടിന് ചോറിന് വേണ്ടിയിട്ട് അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ വിളിച്ച് എല്ലാവരെയും ഒരേ വീഡിയോ കോളിൽ കണക്ട് ചെയ്ത് അവരെ മുന്നിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ വളകാപ്പ് നടത്തിയത്. ഒരു ഓൺലൈൻ വളകാപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങുകളെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഓരോന്ന് ചെയ്തത്. പിന്നെ ആദ്യം മഞ്ഞൾപ്പൊടി തേക്കണോ അല്ലെങ്കിൽ സ്വീറ്റ്സ് കൊടുക്കണോ വളയിടണോ, മൊത്തത്തിലൊരു കൺഫ്യൂസായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു ഇതൊക്കെ.
സാധാരണയായിട്ട് നമ്മുടെ കൾച്ചറിൽ ഞാൻ കണ്ടുവന്നത് നമ്മുടെ പെൺവീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങിനെയാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യുക. പക്ഷേങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചടങ്ങ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വളകാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ഏച്ചീൻ്റെ ഒരു വളകാപ്പുകളുള്ള സമയത്തുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ എന്തൊക്കെയാണ് പറയുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ നടത്തി അതിനുശേഷം മഞ്ഞപ്പൊടിയൊക്കെ മേത്തേക്ക് ആക്കി. ഇതിൻ്റെയൊക്കെ ഐതിഹ്യം എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ മെയിനായിട്ട് വളയിടലാണല്ലോ ഇതിൻ്റെ ചടങ്ങ്. അങ്ങനെ ഞങ്ങൾ വളയിടുകയും ചെയ്തു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ വള ശ്രീകുട്ടീൻ്റെ കയ്യിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. കാരണം വളരെ ചെറുതായിരുന്നു. ഞാൻ എവിടെ നിന്നോ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചൊരു വളയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് സൈസായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണവള ശ്രീകുട്ടീൻ്റെ അഴിച്ച് അത് മാത്രം കയ്യിലേക്ക് ഇട്ടു. മറ്റേ വള ഇടുന്ന പോലെ കാട്ടിയെങ്കിലും പക്ഷേങ്കിൽ ഞങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞിട്ടില്ല. വള ഇടുന്ന സമയത്ത് വള പൊട്ടാൻ പാടില്ല എന്ന് ഫാമിലീസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അതുകൊണ്ട് അധികം ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഒരു മിനി വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡിലേക്ക് കടന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നല്ല അടിപൊളി ബിരിയാണിയും പിന്നെ ശ്രീകുട്ടി ഉണ്ടാക്കിയ നല്ല പാൽപ്പായസം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ആയിരുന്നു വിചാരിക്കുന്നു ഈ കല്യാണ വീട്ടിലൊക്കെ വിളമ്പുന്നത് പോലെ വിളമ്പുകയൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നല്ല വാഴയൊക്കെ വിരിച്ച് അതിലേക്ക് നല്ല അടിപൊളി ബിരിയാണി തട്ടി പപ്പടവും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെ ആ പായസം കൂടി ചേർന്നപ്പോൾ കംപ്ലീറ്റായി. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ വളകാപ്പ് അങ്ങനെ എൻജോയ് ചെയ്തു. ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും തന്നെ നല്ലപോലെ എൻജോയ് ചെയ്ത് തന്നെ ഞങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു ചടങ്ങ് തീർത്തു. ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും ഞങ്ങളിത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ വലുതായിട്ട് റിഗ്രറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിനിടയിൽ കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊളിക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ബേബിയുടെ മെമ്മറി ബുക്ക്. എനിക്ക് ജെയിൻ ഇപ്പം ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ അകത്തേക്ക് ബേബീസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുള്ള ഒരു ഇതാണ്. ഫാമിലീസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ബേബി വരുന്നതും. ഇത് ഏകദേശം ബേബീൻ്റെ 5 വർഷത്തേക്കുള്ള ഫോട്ടോസൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന സാധനമാണെന്നാണ് പറഞ്ഞത്. എനിക്കിങ്ങനെ മെമ്മറീസൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവർ നോക്കിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ബേബീസിൻ്റെ ഫിംഗേഴ്സും ഓരോന്നും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഒട്ടിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ഫോട്ടോ അങ്ങനെ. ഇതും ജെയിൻ്റെ വക തന്നെയാണ്. മൂപ്പരുടെ ഹസ്ബൻഡ് ഇന്ന് ക്ലിനിക്കിൽ വന്നിട്ട് എനിക്ക് തന്നതാണ്. ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടി പൊളിക്കുമ്പോൾ ഭയങ്കര ശ്രദ്ധയോടെ പൊളിക്കുമെന്ന്. ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് വീണു. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ക്രാക്ക് വന്നത്. എന്തായത് ഇതൊരു അടിപൊളി സാധനമാണ്. നമ്മുടെ ബേബീനെയൊക്കെ കിടക്കുന്ന സംഭവമില്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കിട്ടിയിട്ട് ഓപ്പൺ ആക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയതാണ്. ഇതാണ് ഇതിൻ്റെ ഫുൾ ഒരു ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്ക് തൂക്കി പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ തോന്നും. ഇത് ജെയിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റാണ്. കുറച്ച് ഡ്രസ്സും പിന്നെ പാമ്പേഴ്സൊക്കെ. അങ്ങനെ അതും ഞങ്ങൾക്ക് അവർ കൊണ്ടു തന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കുള്ള പേപ്പേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അച്ഛൻ എന്നുള്ള സ്ഥാനത്തേക്ക് ഞാൻ അശ്വിന് പേര് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. ഫാദറിൻ്റെയും മദറിൻ്റെയും ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ അത് മെയിനായിട്ട് വരുന്നത് പാരൻസിൻ്റെ പാസ്പോർട്ടും പിന്നെ എംബ്രൈഡ്സ് ഐഡിയും പിന്നെ അറ്റസ്റ്റ് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റും നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബാഗും വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കൂടുതൽ സാധനങ്ങളും ഹോസ്പിറ്റലിൽ തന്നെ തരും. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ടവൽസാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ആവശ്യം വരിക എന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു 6 ടവൽ വെക്കാൻ ചോദിച്ചു. ബാക്കിയുള്ള ടവൽസൊക്കെ ഇവിടെ തന്നെ റൂമിൽ തന്നെ വെച്ചു. ഇത് ഒരു 3 റീയൂസബിൾ പാമ്പേഴ്സാണ്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. നാട്ടിലുള്ള പോലെയല്ല. ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങളിലധികം ഒന്നും എത്തിക്കില്ല. നമ്മൾ ഫുൾ കവറായിട്ടുള്ള 4 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. 4 8 ഡ്രസ്സാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ. നല്ലൊരു 4 സെറ്റായിട്ടാണ് നമ്മൾ എടുത്തത്. ഡ്രസ്സാണെങ്കിലും ഡ്രസ്സ് 4 ഫുൾ കവർ ചെയ്യുന്നതും 4 ഫുൾ കവർ ചെയ്യാത്ത പോലത്തെ ഡ്രസ്സും പിന്നെ 4 ഇതേപോലെ തൊപ്പിയും 4 കയ്യിലിടുന്നതും. ഇത് ജസ്റ്റ് ഒരു ബാത്തിങ്ങിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു 3 ടർക്കിയാണ് പല സൈസിലായിട്ടുള്ളത്. നമ്മൾ അതും എടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് 2 റിസീവിങ് ടവലും ഒരു ബ്ലാങ്കറ്റുമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി കുഷ്യനൊക്കെ ഉള്ളത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് സാധനമാണ്. അപ്പോഴേക്കും ബാഗ് ഏറെക്കുറെ ഫുള്ളായി. ഇനി നമുക്ക്
കുറച്ചുകൂടി സാധനങ്ങൾ വെക്കാനുണ്ട്. ഇത് നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷീറ്റാണ്. അത് നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കൂടെ കുറച്ച് ഡൈപ്പേഴ്സും പിന്നെ സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അധികം അവിടെ കുളിപ്പിക്കലൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അധികം വൈപ്സൊക്കെ യൂസ് ചെയ്യലായിരിക്കണം. നമുക്കിതിനെക്കുറിച്ചൊരു യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. അങ്ങനെ നമ്മുടെ ബാഗ് പാക്കിങ് ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ശ്രീകുട്ടീൻ്റെ കുറച്ച് ഡ്രസ്സും കൂടി സെറ്റാക്കിയാൽ മൊത്തത്തിൽ റെഡിയായി. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ്. അങ്ങനെ ശ്രീകുട്ടി ഗ്രോത്ത് സ്കാനിങ്ങിന് വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 8ാം മാസത്തിനുള്ള ഗ്രോത്ത് സ്കാനിങ്ങിന് വന്നു. ഇനി ഇത് കഴിഞ്ഞ് ഇനി എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ ഡെലിവറി പ്രതീക്ഷിക്കാമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2ാമത്തെ ഒരു ചെക്കപ്പിനും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി എപ്പോഴാണ് വാവ വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ നല്ല എക്സ്പെക്റ്റേഷനിലാണ്. ഇതാണ് ഞങ്ങൾ കാണിക്കുന്ന NMC ഹോസ്പിറ്റൽ. നല്ല സർവീസാണ് ഇവിടുത്തെ. ഇനി അടുത്ത വീഡിയോ കാണാം.